തിന്നേണ്ടതിനും രക്തം കുടിക്കേണ്ടതിനുമൊക്കെ ഇവന്റെ രക്തം ഞങ്ങൾക്ക് എന്തിനാണെന്ന് അവർ ആലോചിച്ചു, അല്ലെ? ഇവന്റെ രക്തം ഞങ്ങൾക്ക് എന്തിനാണെന്ന് ആലോചിച്ചവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? നമ്മളും ഇടയ്ക്ക് ഇങ്ങനെ ഓർത്തിട്ടുണ്ടോ, യേശുവിന്റെ രക്തം കുടിച്ചാൽ എനിക്കെന്താ ഉണ്ടാവേണ്ടത്? കാരണം യേശുവിന്റെ രക്തത്തിൽ, സാധാരണ മനുഷ്യന്റെ രക്തത്തിൽ ജീവനുണ്ട്. അപ്പൊ യേശുവിന്റെ ജീവൻ എന്നിലാകുന്നു, അതല്ലേ നമ്മളും കുടിക്കുന്നത്? ആണോ? യേശുവിന്റെ രക്തത്തിൽ ജീവനുണ്ട്, ആ രക്തം നമ്മൾ കുടിക്കുന്നു, അതല്ലേ? എന്നാൽ വേറൊരു അനുഭവം കൂടെ നമുക്ക് ഇന്ന് കർത്താവിന്റെ വചനത്തിൽ നിന്ന് വെളിപ്പെടുത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. 2 ശമൂവേൽ 23-ാം അധ്യായം, അതിലൊരു സ്നേഹത്തിന്റെ ഭാഗം നമുക്ക് വായിക്കാം. പേജ് നമ്പർ 357 വായിച്ചത് അതിന്റെ 13 മുതൽ വായിക്കാം. 30 നായകന്മാരിൽ 3 പേർ കൊയ്ത്തുകാലത്ത് അദുല്ലാം ഗുഹയിൽ ദാവീദിന്റെ അടുക്കൽ ചെന്നു. ഫെലിസ്ത്യരുടെ സൈന്യം രെഫായീം താഴ്വരയിൽ പാളയമിറങ്ങിയിരുന്നു. അന്ന് ദാവീദ് ദുർഗത്തിലായിരുന്നു. ഫെലിസ്ത്യർക്ക് ബെത്ലഹേമിൽ അക്കാലത്ത് ഒരു കാവൽ പട്ടാളം ഉണ്ടായിരുന്നു. ബെത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്നും വെള്ളം എനിക്ക് കുടിപ്പാൻ ആർ കൊണ്ടുവന്നു തരുമെന്ന് ദാവീദ് ആർത്തി കൊണ്ട് പറഞ്ഞു. ദാവീദ് ആർത്തി കൊണ്ട് പറഞ്ഞതാണ്. ബെത്ലഹേമിന്റെ വാതിക്കലാണ് ഈ കിണറുള്ളത്. അപ്പൊ കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് തരണം. ഒരു കൈക്കുമ്പിളെങ്കിലും കുടിച്ച് ദാഹം തീർക്കാൻ ആഗ്രഹിച്ചിട്ടാണ് ദാവീദ് വിളിച്ചു പറഞ്ഞത്. വിളിച്ചു പറഞ്ഞ ദാവീദിന്റെ കൂടെയുള്ള 3 വീരന്മാർ അത് കേട്ടു. എന്ന് പറഞ്ഞാൽ കേട്ടു. 3 വീരന്മാർ കേട്ടപ്പോൾ തന്നെ അവർ അവിടെ നിന്നില്ല. അവർ അപ്പൊ തന്നെ പുറപ്പെട്ടു. ആ ഇരുട്ടോടെ ആയിരിക്കും അവർ പുറപ്പെട്ടു. അവർ പുറപ്പെട്ട് അവർ അന്ന് അവിടെ ആ പട്ടാളം കാവല് നിന്നിരുന്ന ആ കിണറ്റിന്റെ അവിടെയെല്ലാം മറ്റ് ഫെലിസ്ത്യർ താമസിച്ചിരുന്ന, ശത്രുക്കൾ താമസിച്ചിരുന്ന അവിടെ ചെന്ന് ഈ കിണറ്റിൽ നിന്ന് കൂടെ വരുന്നില്ല. ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരി അവർ അത് സൂക്ഷിച്ച് കൊണ്ടുവന്നു. ദാവീദിന് കുടിക്കണം, ദാവീദിന്റെ ദാഹം മാറ്റണം, ദാവീദ് ജീവിച്ചിരിക്കണം, ദാവീദ് മരിച്ചു പോകരുത്. ദാവീദിന്റെ മരണവെപ്രാള വേദനയോടെ പറഞ്ഞ വാക്കാണ്, എനിക്ക് ദാഹം, ഞാൻ മരിച്ചു പോകും, വെള്ളം കുടിക്കണം. ആര് കൊണ്ടുവരും? ദാവീദ് ജീവിച്ചിരിക്കേണ്ടതിന് ഇറങ്ങി പുറപ്പെട്ട സ്നേഹിതന്മാർ, വീരന്മാരാണ് 3 പേര്. അവര് ചെന്നു. അടുത്ത വാക്യം, ഇതൊന്ന് പയ്യവായില്ലേ? അപ്പോൾ ആ 3 വീരന്മാരും ഫെലിസ്ത്യരുടെ പാളയത്തിൽ കൂടി കടന്നു ചെന്ന ബെത്ലഹേം പട്ടണ വാതിൽക്കലെ കിണറ്റിൽ നിന്നു വെള്ളം കോരി ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനോ അത് കുടിപ്പാൻ മനസ്സില്ലാതെ കർത്താവിന് അർപ്പിച്ചു, ഒഴിച്ചു കളഞ്ഞു. എന്നിട്ട് അടുത്ത വാക്യം, 17-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, കർത്താവേ, ഇവരുടെ പ്രാണങ്ങളെ, ജീവനെ വിലവയ്ക്കാതെ ഉപേക്ഷിച്ച് പോയ പുരുഷന്മാരുടെ ജീവന്റെ രക്തം ഞാൻ കുടിക്കണോ? ഇങ്ങനെ കുടിപ്പാൻ, ഇങ്ങനെ എന്റെ ദാഹം തീർപ്പാൻ എന്നെ സമ്മതിക്കരുതേ. മനസ്സിലാക്കായ സ്തോത്രം. എന്തോ ഇവർ ഇത് ഒഴിച്ച്, ദാവീദ് ഇത് നിലത്ത്, ഈ വെള്ളം, അവർ വലിയ വില കൊടുത്ത് കൊണ്ടുവന്ന വെള്ളം നിലത്ത് ഒഴിച്ചു കളഞ്ഞത്. ആ 3 പേരും കണ്ടപ്പം അവർക്ക് എന്ത് തോന്നിക്കാണും? പറ. ദാവീദിന് വെള്ളത്തേക്കാൾ സ്നേഹം, തന്റെ ജീവനേക്കാൾ സ്നേഹം ഞങ്ങളോട്. ഈ 3 വീരന്മാരും അന്ന് സന്തോഷിച്ച് ഉല്ലസിച്ച് കാണും. ഞങ്ങളുടെ
ജീവൻ ദാവീദിന് രാജാവിന് വലുതാണ്. ഒന്ന് കരം പിടിച്ചേ കർത്താവിന്. ഇനി ഇതേ പ്ലേറ്റ് തിരിച്ചെടുത്തേ വർഷങ്ങൾക്ക് ശേഷം കർത്താവ് പറഞ്ഞു, എന്ത് പറഞ്ഞു? നിങ്ങൾ എന്റെ രക്തം കുടിക്കണം എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത പ്രവൃത്തി ദാവീദ് വേണ്ടെന്ന് വെച്ചെങ്കിൽ, യേശു പറയുന്നു എന്റെ പ്രവൃത്തി നിങ്ങൾ വേണ്ടെന്ന് വയ്ക്കരുത്. എന്റെ പ്രവൃത്തി അതിമനോഹരമാണ്. ക്രൂശിൽ ഞാൻ ചെയ്ത പ്രവൃത്തി അതിമനോഹരമാണ്. അത് വിലയേറിയതാണ്. അത് ജീവനെ കൊടുത്തതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് കുടിക്കാതിരുന്നാൽ നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല. ഹലോ, അപ്പൊ എന്ത് പറയും? എന്റെ യേശുവേ, ഇത് കുടിക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്നല്ലേ പറയേണ്ടത്? പക്ഷെ കർത്താവ് പറഞ്ഞു, ആഴ്ചവട്ടത്തിൽ ക്രമമായിരിക്കട്ടെ. ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ. സ്തോത്രം.